ഹലോ, വെൽക്കം ബാക്ക് ടു എൻ്റെ പോയിന്റ്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വാവട ഉണ്ടാക്കാൻ പോകുന്നത്. നാളെ കർത്തവാവാണ്, കർക്കിടക മാസത്തിലെ കർത്തവാവാണ് നാളെ. അപ്പൊ നമ്മൾ തലേദിവസം വൈകുന്നേരം അട ഉണ്ടാക്കി വെക്കും. വാവട എന്ന് പറയും അടയ്ക്ക് പേര്. അപ്പൊ അത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് ശേഷം നമ്മൾ ആ അടയാണ് നമ്മൾ കഴിക്കുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. അപ്പൊ അത് നമ്മൾ തലേദിവസം രാത്രി ഇന്ന് ഇപ്പൊ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ഞാൻ എങ്ങനെയാണ് വാവട ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് ടൈം ഞാൻ ചെയ്യുന്നത് കുറച്ച് വെള്ളം, ചൂടുവെള്ളം ഒഴിച്ചു വേണം നമ്മുടെ അരിപ്പൊടി കുഴച്ചെടുക്കാനായിട്ട്. അപ്പൊ കുറച്ച് വെള്ളം ഞാൻ തിളയ്ക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കും. 1 കിലോ അരിപ്പൊടി പാക്കറ്റ് പൊട്ടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇച്ചിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാൻ പോവാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ഈ തിളച്ച വെള്ളം ചൂടോടുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടയ്ക്ക് നല്ല മയം ഉണ്ടാവും. അപ്പോൾ അതിനാണ് നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. തിളച്ച വെള്ളം ആയതുകൊണ്ട് നമ്മൾ കൈകൊണ്ട് വീണ്ടും ഇളക്കരുത്. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തവി കൊണ്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ പൊടിയിലേക്ക് നമുക്കൊരു 2 ഏലക്കായ കൂടി പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക. ഏലക്കായുടെ ഒരു മണമൊക്കെ ഇപ്പോൾ നമ്മുടെ അടയ്ക്ക് വരും. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഏലക്ക പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നത്. വാവട ഉണ്ടാക്കുന്നത് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കാറുണ്ടാവും. വാവട ഓരോ സൈഡിലായിട്ട് ഓരോ രീതിക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞങ്ങളൊക്കെ പണ്ട് എൻ്റെ വീട്ടിലൊക്കെ അമ്മ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് നമ്മൾ ശർക്കരയും തേങ്ങയും കൂടെ നടുക്ക് വെക്കുമ്പോൾ ആ ശർക്കരയും തേങ്ങയുടെ കൂടെ അവല് കൂടി മിക്സ് ചെയ്യുമായിരുന്നു. അവല് കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് വെച്ചിട്ട് എടുക്കും. പക്ഷേ ഇവിടെ ഇപ്പം നമ്മുടെ ശർക്കരയും തേങ്ങയും മാത്രമേ ചേർക്കുന്നുള്ളൂ, അവല് ചേർക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ അവല് ചേർക്കുന്നില്ല. ശർക്കരയും തേങ്ങയും നടുക്ക് വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഇവിടെ കുമ്പിളിലക്കകത്തും കുമ്പിളപ്പം ഉണ്ടാക്കുന്ന ഇലയില്ലേ, അതിനകത്തും ഇവിടെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിനകത്തും ഇച്ചിരി ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് 2 സൈസുള്ള അടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഒന്ന് വാഴയിലക്കകത്തും പിന്നെ ഒന്ന് നമ്മുടെ വയനയിലയില്ലേ, കുമ്പിളിലെന്നും പറയും വയനയിലെന്നും പറയും. അപ്പം വയനയിലക്കകത്ത് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് കൈ വെച്ച് കുഴക്കണമെങ്കിൽ കുറച്ച് താമസം വരും. ചൂടല്ലേ, ഭയങ്കര ചൂടാണ്. തിളച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അപ്പോൾ ആ സമയത്തേക്കൊക്കെ ആദ്യം നമ്മൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ തേങ്ങായ ശർക്കരയൊക്കെ ഒന്ന് അരിഞ്ഞ് മിക്സ് ചെയ്ത് വെച്ചോളുക. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ 2 ഏലക്ക പൊട്ടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ തേങ്ങായും ശർക്കരയും എടുത്ത് വെച്ച് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കുഴച്ച കഴിഞ്ഞ ഉടനെ തന്നെ ഇതിലേക്ക് പരത്തി അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ അതാണ് ഞാൻ എങ്ങനെ വെച്ചേക്കുന്നത്. പിന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് പഴം. അപ്പം ഇതിനകത്തോട്ട് ഇച്ചിരി പഴം കൂടി ഞങ്ങൾ ഞെരിടും. അപ്പോൾ അതിനാകുമ്പോൾ കുറച്ച് നല്ല മയം കിട്ടും നമ്മുടെ അപ്പത്തിന്. അപ്പം ഞാൻ നടുക്ക് വെക്കുന്നതിനകത്ത് ശർക്കരയും തേങ്ങയും നടുക്ക് വെക്കുന്നതിനകത്ത് ഞാൻ പഴം ഞെരിടത്തില്ല. പക്ഷേ അല്ലാതെ ഫുൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ കുമ്പളപ്പം പോണൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ ഈ പഴം കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇച്ചിരി കഴിഞ്ഞിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മാവിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു. അപ്പം ഞാൻ കുറേശ്ശെ എടുത്ത് ഇലയിലേക്ക് പരത്തി കൊടുക്കുക കേട്ടോ. തീരെ കാലം കുറച്ച് പരത്തിയെടുക്കുക. പരത്തിയ ശേഷം നമുക്കിനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച നമ്മുടെ ശർക്കരയും തേങ്ങായും എല്ലാം ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു സൈഡ് തൂട്ടി ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ മടക്കി കൊടുക്കുക. ഒരു സൈഡോട്ട് ഫുള്ള് മടക്കി കൊടുക്കുക. ശേഷം 2 സൈഡിൽ നിന്ന് കൂടെ ഇങ്ങനെ വെച്ചേച്ച് ഇങ്ങോട്ടിങ്ങനെ മടക്കുക. ഇത് നമുക്ക് അടുപ്പത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇത് ഫുള്ള് ഈ വാഴയിലക്കകത്ത് ഇതുപോലെ എല്ലാം വെച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. അതിനുശേഷം പഴം ഞെരിയിട്ട് നമുക്ക് ബാക്കി കൂടെ ഒന്നിച്ചെല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് വാഴയിലക്കകത്ത് വയ്ക്കാം. അപ്പോൾ ഇത് ഞാൻ വാഴയിലക്കകത്ത് ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ കേട്ടോ. ഇല ഞാൻ വാട്ടിയെടുത്തതാണ് കേട്ടോ. ഇല വാട്ടി ആദ്യം വെച്ചായിരുന്നു. അപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട് വീഡിയോയ്ക്കകത്ത് ആദ്യമേ. അപ്പോൾ ആദ്യം നമ്മൾ ഇല വാട്ടിയ ശേഷം വേണം നമ്മൾ ഇത് ഇലക്കകത്ത് മാവ് വെച്ച് കൊടുത്ത് ഫില്ല് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അത് ഞാൻ ആദ്യം മറന്നുപോയി, സോറി കേട്ടോ. അറിയാം എല്ലാവർക്കും, പക്ഷേ എന്നാലും നമ്മൾ വാട്ടാണ്ട് എടുത്ത് ഇല പെട്ടെന്ന് ഒടിഞ്ഞൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഇല നന്നായിട്ട് വാട്ടി വെക്കുക കേട്ടോ. വാഴയിലക്കകത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വാഴയില അല്ല, വാഴയില നമ്മൾ വാട്ടി വേണം ഉപയോഗിക്കാൻ. അപ്പോൾ വാഴയിലക്കകത്ത് എല്ലാം നമ്മൾ എടുത്ത് വെച്ച് റെഡിയാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത സെക്ഷൻ നമ്മൾ പഴം എല്ലാം കൂടെ ഞെരടി ഇതിനകത്തിട്ടിട്ട് ഈ നമ്മുടെ ശർക്കരയും തേങ്ങ എല്ലാം മിക്സും കൂടെ ഒന്നിച്ചങ്ങാക്കും. ഒന്നിച്ചിട്ട് കൂട്ടി ഇളക്കിയിട്ട് നമ്മൾ
കുമ്പിളപ്പം പോണക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം നമുക്ക് പഴം ഇതിനകത്തോട്ട് അങ്ങോട്ട് ഞെരടിയെടുക്കാം. ഒരു 5 പഴം ഞെരിടാം കേട്ടോ. ഞാനിപ്പോൾ പഴമാണ്, 5 പഴം കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് നമുക്ക് ഇളക്കി മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചൂടുണ്ട്, താഴോട്ടൊക്കെ നല്ല ചൂടാണ്. നമുക്കിത് ഇതിലേക്ക് ഇത് കൂടി ഇട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തേക്കാം. ഒന്നിച്ചിട്ട് എല്ലാം കൂടെ അങ്ങോട്ട് ഇളക്കിയേക്കാം. അനുസരിച്ച് വേണം ഇതിനകത്ത് തിന്നാനായിട്ട്. വേണ്ടേ? നമ്മുടെ എടുത്തു വെച്ച മധുരം ഫുള്ള് നമ്മൾ ഈ മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നിച്ചെല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യാൻ പോവാം. നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക ഫുള്ള്. ചൂടുണ്ട് കേട്ടോ, താഴ്വശത്തൊക്കെ നല്ല ചൂടാണ്. ചൂടുവെള്ളത്തിൽ കുഴച്ച മാവിൻ്റെ ചൂടുണ്ട്. അപ്പം നമ്മൾ ഫുള്ള് കുഴച്ച് വെച്ചു. നമുക്കിനി ഈ മിക്സ് ഈ കുമ്പിളയിലേക്കകത്തോട്ട് ഓരോരുത്തരേക്കും ഈ കോൺ ഐസ്ക്രീം കോണൊക്കെ വെച്ചേക്കുന്നത് കണ്ടോ. അപ്പോൾ അതിനകത്തേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം, വെച്ച് ഫില്ല് ചെയ്യാം. ഇത് നമുക്ക് റെഡി ആക്കുമ്പോഴത്തേക്കും നമ്മുടെ അടുപ്പത്ത് ഇരിക്കുന്നത് അട റെഡിയായി വെന്ത് വരും കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ വാവിനൊക്കെ അട ഉണ്ടാക്കുന്നവരാണോ? എല്ലാവരും ഉണ്ടാക്കുമായിരിക്കും, എല്ലാവരും അത്യാവശ്യമൊക്കെ ഉണ്ടാക്കാറുണ്ട്. വാവട എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യലായിട്ട് ഇങ്ങനെ ഓരോ സൈഡിലോട്ട് ഓരോ രീതിക്കാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. അപ്പം ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കുക. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അട പോലെ തന്നെ. പിന്നെ വാവിൻ്റെ ഒന്നും ഉണ്ടാക്കുന്നതുകൊണ്ട് വാവട എന്നൊരു പേരിട്ടു എന്നുള്ളൂ. വാവിനുണ്ടാക്കുന്നുണ്ട് വാവട. അപ്പോൾ ഞാൻ ഇന്ന് ഫുള്ളായിട്ടൊന്ന് എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് വെക്കട്ടെ. അപ്പോൾ നമ്മൾ ഫുള്ള് മാവും നമ്മുടെ കുമ്പിള് കുത്തിയ ഇലയിലേക്ക് വയലയിലേക്ക് നമ്മൾ ഫില്ല് ചെയ്തു. ഇത് അത്രയുണ്ട്. അപ്പോൾ ഫുള്ള് മാവ് തീർന്നു. അപ്പോൾ നമ്മൾ ഇനി ഇത് ഫുള്ള് അടുപ്പത്തേക്ക് വെക്കാനായിട്ട് പോവാം. ഇതിങ്ങോട്ട് എടുക്കാൻ ആടെ ഇങ്ങോട്ട് എടുത്തേച്ച് ഈ കുമ്പിളപ്പം നമുക്ക് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ആടെ വേഗം വെയിറ്റ് ചെയ്യുന്നില്ല. ഒരെണ്ണം ഞാൻ എടുത്ത് നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഒന്നുകൂടി വെന്തോട്ടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കുമ്പിളപ്പം ഇതിനിടയ്ക്കോട്ട് വെച്ച് കൊടുത്തിട്ട് ഈ തട്ടി ഇങ്ങനെ അങ്ങോട്ട് വെച്ച് അടയ്ക്കാൻ പോകും. അത് അമങ്ങി പോകും തോന്നുന്നു. ഒരു വാഴയിലക്കകത്തെ അട ഞാൻ എടുത്ത് നോക്കിയപ്പോൾ കറക്റ്റായിട്ടെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ അട ഇവിടെ വാവട ഇവിടെ സൂപ്പറായിട്ടുണ്ട്. നമുക്ക് ഇതും കൂടി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അതുകൂടി ഒരെണ്ണം കാണിക്കാവേ. അപ്പോൾ ഒരു സെക്ഷൻ വെച്ചിരുന്ന പത്രത്തിനകത്തെ അട ഞാനിങ്ങി എടുത്തു. ഇലയുടെ നമ്മളിങ്ങി എടുത്ത് മാറ്റി വെച്ചു. നമുക്ക് അതിനകത്തോട്ട് നമ്മൾ കുത്തിവെച്ച കുമ്പിളിനകത്തെ വാഴയിലക്കകത്തെ കുമ്പിളപ്പം നമുക്ക് വെച്ച് കൊടുക്കാം. ഓരോന്നും വെച്ച് കൊടുക്കുക. നമുക്കിത് ഈ തട്ടങ്ങ് അടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇലയുടെ ഇവിടെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. നല്ല ചൂടാ. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് എന്താണെന്ന് അറിയുന്നത്, നമ്മുടെ ഇല ഇങ്ങനെ തുറക്കുമ്പോൾ ഇത് ഇലയിൽ നിന്ന് മാറി നിൽക്കണം. കണ്ടോ, ഇതാണ് നമ്മുടെ കറക്റ്റ് വേവിൻ്റെ പരുവം. കണ്ടോ, കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇല നന്നായിട്ട് വാടുന്ന കാണുമ്പോൾ നമുക്കറിയാം ഇത് വെന്തു എന്നുള്ളത്. അപ്പോൾ ഇത് ഇലയിൽ നന്നായിട്ട് ഇങ്ങനെ വിട്ടു നിൽക്കണം. ഇതാണ് നമ്മുടെ അടയുടെ കറക്റ്റ് പരുവം. അപ്പോൾ നമ്മുടെ അട ഇവിടെ റെഡി. ഇനി അടുത്ത് നമുക്ക് കുമ്പിളപ്പം ഒരു തട്ടിക്കൂടി ഞാൻ വെച്ചിട്ടുണ്ട്, ഇലയട. അപ്പോൾ അതും കൂടി നമുക്ക് ഇങ്ങോട്ട് മാറ്റിയേക്കാം. അതും വെന്തിട്ടുണ്ടാവും. അത് ലാസ്റ്റ് തട്ടിലായിരിക്കുന്നത്. ഭയങ്കര ചൂടാണ് കേട്ടോ. ചൂടുവെള്ളം ഒന്നും ആരുടെയും മേത്തൊന്നും വീഴാതെ ശ്രമിച്ചോളൂ. ഇത് ലാസ്റ്റ് ഇരുന്ന കാരണം ഇതും പെട്ടെന്ന് വെന്തിട്ടുണ്ടാവും. ചൂടുവെള്ളത്തിൽ കുഴച്ചുകൊണ്ട് നല്ല മയമായിരിക്കും നമ്മുടെ അടയ്ക്ക്. അപ്പോൾ ഇതും കൂടി നമുക്ക് ഇപ്പോൾ ബാക്കി വെക്കാനുള്ള കുമ്പിളപ്പം നമ്മൾ ലാസ്റ്റ് തട്ടിലോട്ട് വെച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ
നമ്മൾ ബാക്കി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി വരുമ്പോഴത്തേക്ക് നമ്മുടെ കുമ്പിളപ്പം ഇവിടെ റെഡിയാവും. അപ്പോൾ അതുകൂടി ഞാൻ കുമ്പിളപ്പം കൂടി എടുത്ത് ഞാൻ കാണിക്കാം കേട്ടോ. ഒരു കുമ്പിളപ്പം കൂടി എടുത്ത് കാണിക്കാം. അപ്പം അത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ കുമ്പിളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, അടിപൊളി കുമ്പിളപ്പമാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ അടുക്കള ഇന്ന് അടയ്ക്കുവാണ്. രാത്രി മണി 11 അപ്പോൾ ഇത് നാളെ കഴിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നാളെ നമ്മൾ അമ്പലത്തിനൊക്കെ പോയച്ച് വന്ന ശേഷം നമ്മളിത് കഴിക്കും. അപ്പോൾ അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻസ് ഒക്കെ അറിയിക്കുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോസിൽ കാണാം. അത് ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.